പ്രോട്ടീൻ അധികമായി കഴിച്ചാൽ, അതായത് പ്രോട്ടീൻ അടങ്ങുന്ന ഡ്രിങ്കുകൾ സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ, പ്രോട്ടീൻ എക്സസ് ആയാൽ നമ്മുടെ കിഡ്നി അത് ഡാമേജ് ചെയ്യും. ഈ അടുത്ത കാലത്തായിട്ട് ജിമ്മിലും ഫിറ്റ്നസ് സ്പേസിലും അതുപോലെ തന്നെ ബോഡി ബിൽഡിങ്ങിലൊക്കെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാഷ്വാലിറ്റികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇത് ശരിക്കും പ്രോട്ടീനോട് ബന്ധപ്പെട്ട ഒന്നാണോ? ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി നമ്മളുടെ ഒരു കൺവെൻഷണൽ ഡയറ്റ് എല്ലാം തന്നെ ഒഴിവാക്കി ഒരു പ്രോട്ടീൻ അധിഷ്ഠിതമായിട്ടുള്ള, ഒരു പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മീൽ റീപ്ലേസ്മെൻറ്റ് ഡ്രിങ്കുകൾ എന്ന് വളരെ പോപ്പുലറായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതുമല്ലെങ്കിൽ ചിലപ്പോൾ 2-3 മുട്ട മാത്രം കഴിക്കുന്ന ശീലം കൊണ്ടു നടക്കുന്ന ആൾക്കാരുമുണ്ട്. ഇത് ശരിക്കും സയൻറ്റിഫിക് ആണോ? ഇതും അപകടം പിടിച്ച ഒന്നാണ്. ഇങ്ങനെ പ്രോട്ടീനെക്കുറിച്ചിട്ടുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ചർച്ചകളും സംശയങ്ങളും തീരുന്നതേയില്ല. ഒരു പക്ഷേ കുറച്ചും കൂടി ആഴത്തിൽ, കുറച്ചും കൂടി സയൻറ്റിഫിക്കായിട്ട് എന്താണ് ആക്ച്വലി പ്രോട്ടീൻ, ഇത്തരത്തിലുള്ള പ്രോട്ടീൻ ഓവർ ഡോസിങ്, എക്സസ് കൊണ്ട് ശരിക്കും നമ്മുടെ കിഡ്നിക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ലിവർ പോലുള്ള ഓർഗന് ഡാമേജിങ് ഉണ്ടാകുമോ? ഇനി അല്ലെങ്കിൽ ഇത് ഏത് അളവിലാണ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത്? ഇതിൻ്റെ ശരിക്കും എക്സസ് എന്നുള്ളത് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും? അതുപോലെ തന്നെ ഈ വെയ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമുകൾക്ക് അമിതമായി പ്രോട്ടീന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ്, അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ ഒരു വ്യക്തത വരുത്താനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്നത്. ഈ പ്രോട്ടീൻ കൂടിയാൽ കുഴപ്പമാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. ഒന്ന്, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്താണ്? ഞാനത് വിശദമാക്കാം. അതായത് നിങ്ങളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ്? നിങ്ങളുടെ ഭക്ഷണത്തിലെ ഇപ്പോഴത്തെ നിലവിലത്തെ പോഷകങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ ശരീരത്തിലെ പേശികളും കൊഴുപ്പും തമ്മിലുള്ള അനുപാതം, മസിൽ ഫാറ്റ് റേഷ്യോ എന്താണ്? നിങ്ങൾ ഇപ്പോഴത്തെ കറൻറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി, നിങ്ങൾ എക്സസൈസൊക്കെ ഏത് രീതിയിൽ ചെയ്യുന്ന ഒരാളാണ്? റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കാർഡിയോ എക്സസൈസ് ചെയ്യുന്നുണ്ടോ? അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ നിലവിൽ നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസ് എന്താണ്? നിങ്ങൾക്ക് ചില ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഡയബറ്റീസോ അമിതവണ്ണമോ രക്തസമ്മർദ്ദമോ അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്ഫങ്ഷൻസ് ഉള്ള ഒരാളാണോ? നിങ്ങൾ നിലവിൽ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരാളാണോ? തുടങ്ങിയിട്ടുള്ള നിരവധി നിങ്ങളുടെ സാഹചര്യങ്ങൾ അറിയുമ്പോൾ മാത്രമേ എനിക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുള്ളൂ. അതായത് ഇവിടെ 2 കാര്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ഒന്ന് ദ പേഴ്സൺ, 2 ദ കോണ്ടെക്സ്റ്റ്. അല്ലാതെ ഒരു പക്ഷേ ഒരു പ്രോട്ടീൻ സപ്ലിമെൻ്റ് രൂപത്തിലോ അല്ലെങ്കിൽ പ്രോട്ടീൻ കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ ആ ആരോഗ്യ പ്രശ്നത്തിൻ്റെ സകല ഉത്തരവാദിത്വവും പ്രോട്ടീൻ്റെ തലയിൽ വെക്കുന്നത് ശരിയല്ല. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുക എന്നൊരു ചൊല്ലുണ്ട്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും പ്രോട്ടീൻ പ്രതിക്കൂട്ടിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രോട്ടീനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, പ്രോട്ടീൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണം എന്നുള്ളത്. 2, നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ്റെ ക്വാളിറ്റി. 3, അത് നമ്മുടെ ശരീരത്തിൻ്റെ ഡൈജസ്റ്റബിലിറ്റി, എത്രത്തോളം നമുക്ക് ദഹിപ്പിക്കാൻ സാധിക്കും, ആ ദഹിച്ച സാധനം നമ്മുടെ ശരീരം എത്രത്തോളം വിനിയോഗിക്കുന്നുള്ളതാണ്. നമുക്ക് ക്വാണ്ടിറ്റി നോക്കാം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നൊരു നിർഭാഗ്യവശാൽ നമുക്ക് പറയേണ്ട ഒരു അവസ്ഥയാണ്, ഇന്നും പലപ്പോഴും ലിറ്ററേച്ചറിലായിക്കോട്ടെ പല ജേർണലുകളിലും പല ടെക്സ്റ്റ് ബുക്കുകളിലും ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, ഒരു പക്ഷേ നമുക്ക് അത്യാവശ്യം വേണ്ട ചില പ്രോട്ടീൻ റിക്വയർമെൻറ്റിനെ കുറിച്ച് മാത്രമാണ് പരാമർശിക്കുന്നത്. ഇപ്പോഴും ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് 0.7 to 1 gram per kilogram per day എന്ന കണക്കാണ്. അതായത് ഒരാൾക്ക് മാക്സിമം വേണ്ടത് 1 gram per kilogram എന്നുള്ള. നിങ്ങൾക്കൊരു 60 കിലോഗ്രാമാണ് ശരീരഭാരമെങ്കിൽ ഏകദേശം ഒരു 40 to 60 gram വരെ കഴിച്ചാൽ മതി എന്നുള്ള. പക്ഷേ ഇതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സയൻസാണ്. നമ്മളുടെ ഇന്നത്തെ ചുറ്റുപാടുകൾ, ശാരീരികമായ ആവശ്യങ്ങൾ, നമ്മളുടെ ഇപ്പോഴത്തെ ചേഞ്ച്ഡ് മെറ്റബോളിസം, ചേഞ്ച്ഡ് ഫുഡ് സിസ്റ്റം, പുതിയ മെഡിക്കൽ ചാലഞ്ചസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് വേണ്ട ഏറ്റവും ഒപ്റ്റിമലായിട്ടുള്ളൊരു പ്രോട്ടീൻ ഇൻടേക്ക്, ഓരോ ആൾക്കാരും കഴിക്കേണ്ട പ്രോട്ടീൻ്റെ അളവ് 1.6 to 2.2 gram per kg per day എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് തന്നെയാണ് ആവശ്യം. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ പലപ്പോഴും ഇത് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു അന്വേഷണം. ഞാനൊരു 1000കണക്കിന് ആൾക്കാരുടെ ഓരോ ദിവസത്തെ ഭക്ഷണക്രമത്തിൽ എത്ര അളവിൽ പ്രോട്ടീൻ കിട്ടുമെന്ന് നോക്കുന്ന ഒരാളാണ്. ഐ ഫൈൻഡ് ഇറ്റ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. ഒരാൾക്ക് അയാളുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ കൂടെ ലഭ്യമാക്കാൻ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇനി രണ്ടാമത്തെ വിഷയം എടുക്കാം, ക്വാളിറ്റി. ക്വാളിറ്റി തീരുമാനിക്കുന്നത് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനകത്തുള്ള അമിനോ ആസിഡുകളാണ്.
9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് നിർമ്മിക്കാൻ കഴിയില്ല, അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീൻ തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ ഈ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉള്ള പ്രോട്ടീനാണ് കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് കഴിക്കുന്ന പ്രോട്ടീൻ്റെ ഡൈജസ്റ്റബിലിറ്റിയാണ്. കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ആ ഡൈജസ്റ്റബിലിറ്റിയിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. വ്യക്തികൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. ചിലർക്ക് ഇന്ന ഭക്ഷണം ദഹിക്കാൻ എളുപ്പമായിരിക്കും, ചിലർക്ക് മറ്റേത് ദഹിപ്പിക്കാൻ പാടായിരിക്കും. ഉദാഹരണത്തിന് ചിലർക്ക് പാൽ പ്രോട്ടീൻ ബുദ്ധിമുട്ടായിരിക്കും, ചിലരെ സംബന്ധിച്ച് വെജിറ്റബിൾ പ്രോട്ടീൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എത്ര പ്രോട്ടീൻ കഴിക്കണം, ഏത് പ്രോട്ടീൻ കഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. ഞാൻ ഇതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഡീപ്പറായിട്ടുള്ള പല വീഡിയോ പോഡ്കാസ്റ്റുകളും ചെയ്തിട്ടുണ്ട്. ഞാനൊരു ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഒരു വ്യക്തി ഈ പറയുന്ന അളവിലും ഈ പറയുന്ന ഗുണത്തിലും ഈ പറയുന്ന നിലവാരത്തിലും പ്രോട്ടീൻ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ പ്രായോഗികമായിട്ടുള്ള സമീപനം, ഭക്ഷണം തന്നെയാണ് പ്രോട്ടീൻ്റെ മുഖ്യമായ സോഴ്സ്. അതിനോടൊപ്പം ഒരു നല്ല സെലക്റ്റഡ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റിന് വളരെയധികം റിലവൻസ് ഉണ്ട്. സോ അങ്ങനെ നോക്കിയാൽ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ഒരു വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണ്. കാരണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകവസ്തുവായിട്ടുള്ള പ്രോട്ടീൻ്റെ ദൈനംദിന ആവശ്യം നിറവേറ്റാനായിട്ട് നമുക്ക് പ്രായോഗികമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ഏതായിരിക്കാം നമുക്ക് പറ്റിയ ഏറ്റവും മികച്ച പ്രോട്ടീൻ സപ്ലിമെൻ്റ് ഏതായിരിക്കാം? ഒരുപക്ഷെ ഓൾ ടൈം ഫേവറേറ്റ്, പോഷക ശാസ്ത്രജ്ഞന്മാരുടെയും സ്പോർട്സ് എക്സ്പേർട്സിൻ്റെയും ഫിറ്റ്നസ് എക്സ്പേർട്സിൻ്റെയൊക്കെ എപ്പോഴും എല്ലാ കാലത്തെയും ഫേവറേറ്റ്, യാതൊരു സംശയമില്ല, വേ പ്രോട്ടീനാണ്. അതും വേ പ്രോട്ടീൻ ഐസൊലേറ്റാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതൊരു കംപ്ലീറ്റ് പ്രോട്ടീനാണ്. അതായത് 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. പിന്നെ ഈസിലി ഡൈജസ്റ്റബിളാണ്. മറ്റൊന്ന്, ഇത് ഫാസ്റ്റ് അബ്സോർബിങ്ങുമാണ്. ഇത് പാലിൽ നിന്ന് എടുക്കുന്നതെന്നുള്ളത് അറിയാമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രോട്ടീൻ സപ്ലിമെൻറ്റ് സോഴ്സ് കെസീനാണ്. കെസീനും പാലിൽ നിന്നുള്ള പ്രോട്ടീൻ തന്നെയാണ്, പക്ഷേ വേ പോലെയല്ല, കുറച്ച് സാവധാനത്തിൽ ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യുന്ന, ഡൈജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതും കംപ്ലീറ്റ് പ്രോട്ടീനാണ്. ഇപ്പോൾ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു എക്സലൻറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് എഗ് പ്രോട്ടീനുകൾ. എഗ് പ്രോട്ടീനും ഹൈ ക്വാളിറ്റിയാണ്, കംപ്ലീറ്റ് ആണ്. ഇനി ഇതല്ലാതെ വളരെയധികം ആൾക്കാർ, ഒരുപക്ഷെ മിക്ക ആൾക്കാരും ഒരു സപ്ലിമെൻറ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്ന് എനിക്ക് തോന്നുന്നു പ്ലാന്റ് പ്രോട്ടീനാണ്. പ്ലാന്റ് പ്രോട്ടീനുകളിൽ നല്ല ഉയർന്ന നിലവാരമുള്ള ഒന്നാണ് സോയ് പ്രോട്ടീൻ, പീ പ്രോട്ടീൻ, റൈസ് പ്രോട്ടീൻ, ഹെം പ്രോട്ടീൻ, സ്പൈറുലീന തുടങ്ങിയിട്ടുള്ള നിരവധി സോഴ്സുകൾ ഇന്ന് പ്ലാന്റ് പ്രോട്ടീനുകളുടെ സപ്ലിമെൻറ്റുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്ലാന്റ് പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ ഒരു ചലഞ്ച്, അതിനകത്ത് ലെക്റ്റിൻ ഉണ്ട്. ഈ ലെക്റ്റിൻ ചെടികളിൽ തന്നെ ഉള്ള ഒരു ഡൈജഷൻ ഇൻഹിബിറ്റിംഗ് ഫാക്ടറാണ്. ഒരു പക്ഷേ ചില ആൾക്കാരിലെങ്കിലും അത് ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാം. എന്തായാലും ഒരു നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ, ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൻ്റെ, ഒരു തേർഡ് പാർട്ടി ടെസ്റ്റഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇന്ന് പ്രോട്ടീൻ സപ്ലിമെൻ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിപ്പമുള്ളതാണ്, ഫാസ്റ്റ് ഗ്രോയിങ് ആണ്, നിരവധി ബ്രാൻഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അപകടങ്ങളും കൂടുതലുണ്ട്. ഒരു പക്ഷേ ഇതിനകത്ത് ഹിഡൻ ഷുഗേഴ്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉണ്ടാവാം, ഫ്ലേവറിങ് ഏജൻറ്റ്സ് ഉണ്ടാവാം, ഇമൾസിഫയേഴ്സ് ഉണ്ടാവാം, തിക്നെസ് ഉണ്ടാവാം, പ്രിസർവേറ്റീവ്സ് ഉണ്ടാവാം, ഈവൻ കണ്ടാമിനൻറ്റ്സ് ഉണ്ടാവാം. അതായത് ഹെവി മെറ്റൽസ്, ലെഡ് ഉണ്ടാവാം, മെർക്കുറി ഉണ്ടാവാം, ആർസെനിക് ഉണ്ടാവാം. പല പ്രോട്ടീൻ സപ്ലിമെൻറ്റുകളിലും ഫംഗൽ ടോക്സിൻസിൻ്റെ അവൈലബിലിറ്റി കണ്ടിട്ടുണ്ട്, ഹോർമോണൽ കണ്ടാമിനൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു പ്രോട്ടീൻ ബ്രാൻഡുകൾ സെലക്ട് ചെയ്യുന്നതിനകത്ത് കുറച്ചുകൂടി സൂക്ഷ്മത ആവശ്യമാണ് ഇന്നത്തെ മാർക്കറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും മിസ്ലീഡിംഗ് ആയിട്ടുള്ള പ്രൊമോഷനുകളും ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് നടക്കാറുണ്ട്. കൂടുതലും എനിക്ക് തോന്നുന്നു വെയ്റ്റ് മാനേജ്മെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രൊമോഷൻ നടക്കുന്നത്. പല പ്രോട്ടീനുകളുടെ കൂടെ ഒരു അത്ഭുത സിദ്ധിയുള്ള ചില പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള ബ്ലെൻഡുകളും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ കാണാറുണ്ട് മാർക്കറ്റിൽ. പൊതുവേ ഞാൻ അതിൻ്റെ ഒരു ഫാനല്ല. കഴിവതും ക്ലീൻ ആയിട്ടുള്ള സിംഗിൾ സോഴ്സ് ഓഫ് പ്രോട്ടീൻ തന്നെയാണ് എപ്പോഴും എല്ലാ കാലത്തേക്കും സ്ഥിരമായി ഉപയോഗിക്കാൻ നമുക്ക് നല്ലത്. പ്രധാനപ്പെട്ട ചോദ്യം, പ്രോട്ടീൻ അമിതമായാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അമിതമായാൽ എന്തും കുഴപ്പം തന്നെയാണ്. ഒരു പക്ഷേ അമിതമായി വെള്ളം കുടിച്ചാൽ കുഴപ്പമല്ലേ, അമിതമായിട്ട് ഓക്സിജനേഷൻ ഉണ്ടായാലും കുഴപ്പമാണ്. അതുപോലെ തന്നെ പ്രോട്ടീനും ഇത് ആപ്ലിക്കബിളാണ്. എന്നിരുന്നാലും അമിതമായി പ്രോട്ടീൻ കഴിച്ചാൽ നമ്മളുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അത് നമ്മുടെ കിഡ്നിക്ക് ഒരു എക്സ്ട്രാ ലോഡ് കൊടുക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. കാരണം കിഡ്നിയിൽ അതൊരു
ഒരു ന്യൂട്രൽ നൈട്രജൻ ബാലൻസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഹൈപ്പർ ഫിൽട്രേഷൻ കിഡ്നി നടത്തി അതിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള കഴിവ് കിഡ്നിക്കുണ്ട്. അതൊരു നോർമൽ ഫിസിയോളജിക്കൽ റെസ്പോൺസാണ്. ദാറ്റ്സ് ഓക്കെ. പക്ഷേ സപ്പോസ് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും റീനൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെയാണ് ഒരു പക്ഷേ മെഡിക്കൽ അഡ്വൈസിൻ്റെ ആവശ്യമായിട്ട് വരിക. പക്ഷേ എന്നിരുന്നാലും ഏറ്റവും ആദ്യം ഒരു ആരോഗ്യത്തിന് വേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റോ ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റോ അല്ല. അവിടെ നമുക്ക് വേണ്ടത് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുക. നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ വ്യായാമം, നിങ്ങളുടെ സമീകൃതമായ ഭക്ഷണക്രമം, അതിനോടൊപ്പം ഒരു സപ്ലിമെൻ്റായിട്ട് തന്നെ വേണം പ്രോട്ടീൻ ഉപയോഗിക്കേണ്ടത്. പ്രോട്ടീൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് ഭക്ഷണം തന്നെയായിരിക്കണം. പ്രോട്ടീൻ ഡ്രിങ്കുകൾ ഉപയോഗിക്കുന്നതിൽ മറ്റൊരു സാധാരണ അബദ്ധത്തെക്കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് ശരീരഭാരം കുറയ്ക്കുക, ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുക, എക്സസൈസുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും കുറച്ച് ഓവർ സ്മാർട്ടായിട്ട് രാവിലെ ഭക്ഷണമായിട്ട് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു പ്രോട്ടീൻ ഡ്രിങ്ക് മാത്രമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 മുട്ട മാത്രമായിരിക്കും. പലപ്പോഴും സംഭവിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ഹെൽത്തിലും ബോഡി വെയ്റ്റിലും ഡിഫറൻസ് ഉണ്ടാകണം എന്നുള്ളതായിരിക്കാം. ഒരുപക്ഷെ ഡിഫറൻസ് കാണുന്നുണ്ടാവും. പക്ഷേ ഒരു ട്രൂ പെർസ്പെക്റ്റീവ് നോക്കിയാൽ അതൊരു അൺഹെൽത്തി പ്രാക്ടീസാണ്. കാരണം നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ വർക്കൗട്ട് കഴിയുമ്പോൾ സംഭവിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, വർക്കൗട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്മളുടെ പേശികൾക്ക് ഊർജം പ്രദാനം ചെയ്യുന്ന ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഗ്ലൈക്കോജൻ ടാങ്ക് അത് എംപ്റ്റീഡ് ആവും. അപ്പം നമ്മുടെ പേശികൾക്ക് ഗ്ലൈക്കോജൻ ആവശ്യമാണ്, ഊർജ്ജം ആവശ്യമാണ്. മറ്റൊന്ന്, പേശികളുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നു. അതിനാവശ്യമായിട്ടുള്ളത് പ്രോട്ടീനുകളും അമിനോ ആസിഡുകളുമാണ്. അപ്പോൾ 2 വസ്തുക്കളുടെ ആവശ്യമുണ്ട്. ഒന്ന് അമിനോ ആസിഡുകൾ, പേശികൾ നിർമ്മിക്കാൻ ആവശ്യമായത്. മറ്റൊന്ന് ഗ്ലൈക്കോജൻ ടാങ്ക് റീഫിൽ ചെയ്യണം. പക്ഷേ പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ നൽകുന്നത് വെറും പ്രോട്ടീൻ മാത്രമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ പേശികൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തിൽ നമുക്ക് കിട്ടുന്ന പ്രോട്ടീനോ ഇനി അഥവാ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പേശികളിലെ തന്നെ അമിനോ ആസിഡുകൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഊർജ്ജമാക്കി മാറ്റുന്നു, ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. ഇതിനെ വിളിക്കുന്നത് ഗ്ലൂക്കോനിയോജെനസിസ് എന്നാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പഠനമുണ്ട്. ഈ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്ഷനോട് കൂടി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരെ 8 മുതൽ 12 ആഴ്ച കാലഘട്ടം പഠനവിധേയമാക്കിയപ്പോൾ ഇൻറ്റൻസ് റെസ്ട്രിക്ഷൻ, കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്ഷനുള്ള പല ആൾക്കാരിലും സംഭവിച്ചത് അവരുടെ പേശികളുടെ വളർച്ച മുരടിക്കുകയാണ് ചെയ്തത്, ബ്ലണ്ടഡ് ആവുകയാണ് ചെയ്തത്. മാത്രമല്ല അവരുടെ മസിൽ ഹൈപ്പോട്രോഫിയും സീരിയസ് ആയിട്ട് അഫക്റ്റഡ് ആയി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അതല്ല സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരുപക്ഷെ ഈ പ്രോട്ടീൻ ഭ്രമത്തോടുകൂടി എങ്ങനെയെങ്കിലും ശരീരഭാരം കുറയണം എന്ന് കരുതി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മസിൽ ബിൽഡ് ചെയ്യണം എന്ന് കരുതി പൂർണ്ണമായിട്ടും പ്രോട്ടീൻ മാത്രം കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഡിന്നറാവാം, നിങ്ങൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വർക്കൗട്ടായിട്ടുള്ളൊരു മീലോ ആവാം, അത് നല്ലതല്ല. സോ സ്റ്റഡീസ് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ പേശികളെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരമൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനോടൊപ്പമാണ് പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണമോ പ്രോട്ടീൻ സപ്ലിമെൻറ്റോ കഴിക്കുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ പ്രോട്ടീൻ സ്പെയർ ചെയ്യപ്പെടും. കാരണം ആ കാർബോഹൈഡ്രേറ്റ് നിങ്ങളുടെ പേശികൾക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലൈക്കോജൻ പ്രൊവൈഡ് ചെയ്യും. ആ പ്രോട്ടീൻ ഉപയോഗിച്ചുകൊണ്ട് പേശികളുടെ നിർമ്മാണം നടക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്, എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരുപക്ഷെ ഒരാഴ്ചയിൽ ഒരു 4-5 ദിവസം 30 to 45 മിനിറ്റ്സിൻ്റെ എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 10 സെറ്റെങ്കിലും റെപ്പിറ്റീഷൻസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ വോളിയം, അതായത് നിങ്ങളുടെ ടോട്ടൽ ട്രെയിനിങ് വോളിയം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത്, ഹെൽത്തി കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാർബോഹൈഡ്രേറ്റും കൂടെ ചേർന്നിട്ടുള്ള പ്രോട്ടീൻ ആണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ റെസ്പോണ്ട് ചെയ്തിട്ട് നമ്മുടെ ശരീരം ഇൻസുലിൻ ഉണ്ടാക്കും. ഈ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലെ പേശികളിൽ നിന്ന് പ്രോട്ടീൻ ബ്രേക്ക് ഡൗണിനെ പ്രിവെൻറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പ്രോട്ടീൻ മാത്രം അടങ്ങുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അതും എസ്പെഷ്യലി വർക്കൗട്ടിന് ശേഷം കഴിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. നമുക്ക് വേണ്ടത് ഡെഫിനറ്റ്ലി പ്രോട്ടീൻ ആവശ്യമാണ്, പ്രോട്ടീൻ അടങ്ങുന്ന ഫുഡുകളോ പ്രോട്ടീൻ അടങ്ങുന്ന സപ്ലിമെൻറ്റോ ആവശ്യമാണ്. അതിനോടൊപ്പം യു ആക്ച്വലി നീഡ് സം ഹെൽത്തി കാർബോഹൈഡ്രേറ്റ് ആൾസോ, കാരണം വി നീഡ് ടു റീഫിൽ അവർ മസിൽ ഗ്ലൈക്കോജൻ ടാങ്ക്. സോ ദ ബോട്ടം ലൈൻ ഈസ്, പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു മാക്രോ ന്യൂട്രിയൻ്റാണ്. ശരിക്ക് 21-ാം നൂറ്റാണ്ടിലെ മാക്രോ ന്യൂട്രിയൻറ്റ് പോഷകവസ്തു എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രോട്ടീൻ തന്നെയാണ്. പക്ഷേ പ്രോട്ടീനോടുള്ള അമിതമായൊരു ഭയം ഒരു ഭാഗത്ത്,
പ്രോട്ടീനോടുള്ള അമിതമായ ഒബ്സഷൻ ഒരു ഭാഗത്ത്. ഇത് രണ്ടും നല്ലതല്ല. നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ശരീരഘടന, നിങ്ങളുടെ ആക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും ആസ്പദമാക്കിയിട്ടാണ് നിങ്ങൾ കഴിക്കേണ്ട പ്രോട്ടീൻ്റെ അളവിനെയും അതിൻ്റെ ഗുണനിലവാരത്തെയും തീരുമാനിക്കേണ്ടത്. ഞാൻ സാധാരണ ഈ പറഞ്ഞ സയൻസിലോട്ടൊന്നും അധികം കൺസേൺഡ് ആവാതെ, വളരെ കോംപ്ലിക്കേറ്റഡ് ആകാതെ, വളരെ ലളിതമായിട്ട് ഫോളോ ചെയ്യാവുന്ന ഒരു പ്രോട്ടീൻ ഇൻടേക്ക് ഫോർമുല പറയാറുണ്ട്. അത് 30-30-30 എന്നാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റിലും ലഞ്ചിലും ഡിന്നറിലും ഒരു ശരാശരി ഒരു 30 ഗ്രാമെങ്കിലും പ്രോട്ടീൻ ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ഭക്ഷണക്രമം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ നന്നായി. അതത്ര പ്രായോഗികമല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടും, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ലളിതമായിട്ടൊരു അപ്രോച്ച് എന്താണെന്ന് ചോദിച്ചാൽ, കഴിവതും ഡയറ്റിൽ കൂടെയുള്ള പ്രോട്ടീൻ കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തുക. അത് പാലായിരിക്കാം, അല്ലെങ്കിൽ പാൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ എഗ്ഗ് ആയിരിക്കാം, ഫിഷ് ആയിരിക്കാം, ചിക്കൻ ആയിരിക്കാം, പൾസസ് ആയിരിക്കാം, ദാലായിരിക്കാം, യോഗേർട്ട് ആയിരിക്കാം. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അതിനോടൊപ്പം നിങ്ങളുടെ പ്രോട്ടീനിൻ്റെ ഡെയിലി ഒപ്റ്റിമൽ ഇൻടേക്ക് ഉറപ്പാക്കാനായിട്ട് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ഉൾപ്പെടുത്തുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു അപ്രോച്ചാണ്.